അതുപോലെ തന്നെ വാങ്ങലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ഒരു പുതിയ സംസ്കാരത്തിന് അറബികൾ ഇവിടെ തുടക്കം കുറിക്കുന്നു. പക്ഷെ അറബികളുടെ ചരിത്രത്തിന്റെ തുടക്കം കുറിക്കുമ്പോൾ അറബികളുടെ ചരിത്രത്തിൽ നമുക്ക് അധിനിവേശത്തിന്റെ ചരിത്രം കാണാൻ സാധിക്കുന്നില്ല. അധിനിവേശത്തിന്റെ ചരിത്രം ഇന്ത്യയിൽ തുടങ്ങുന്നതിന് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ അറബികളുടെ വരവുണ്ടായിട്ടുണ്ടെങ്കിൽ അധിനിവേശത്തിന്റെ ചരിത്രത്തിൽ അറബികളുടെ പേര് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം അതൊരു അധിനിവേശത്തിന്റെ സന്ദേശമായി ലോകത്തെവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ബന്ധം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഉൽപ്പത്തിക്കും അപ്പുറത്താണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ രൂപാന്തരത്തിന് മുമ്പ് തന്നെ അറബി ഭാഷയും ഈ രാജ്യവും തമ്മിൽ ബന്ധം നമുക്ക് കാണാൻ സാധിക്കുന്നു. തുടർന്ന് നമ്മുടെ രാജ്യത്തിന്റെ ദൈനംദിനമായ രംഗത്ത് അറബി ഭാഷ ഇടപെട്ടു. അറേബ്യൻ സഞ്ചാരികൾ പല ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് എത്തി. ഇന്ത്യയുടെ പൈതൃകം പല രാജ്യങ്ങളിലേക്കും ഇവിടെ നിന്ന് അറബികൾ തിരിച്ച് കൈമാറ്റം ചെയ്യുകയും ചെയ്തു. തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് രാജ്യത്ത് വൈദേശിക ശക്തികളുടെ ആധിപത്യമാണ്. പോർച്ചുഗീസുകാരും ഡച്ചുകാരും അവസാനമായി ബ്രിട്ടീഷുകാരും നമ്മുടെ രാജ്യം അടക്കിവാണപ്പോ അതിന്റെ ചരിത്രങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ആ അധിനിവേശത്തിന്റെ ചരിത്രത്തിൽ എവിടെയും അറബികളെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ആ സമയത്ത് അറബി ഭാഷയും ഈ സ്വാതന്ത്ര്യ സമരം നമ്മുടെ രാജ്യത്ത് തുടക്കം കുറിക്കുമ്പോ അധിനിവേശ ശക്തികൾക്കെതിരെ ശക്തമായ നിലപാടുമായി നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുമ്പോ ആ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അറബി ഭാഷയും പൂർവ്വകാലത്ത് അതിന്റെ വലിയതായ പങ്ക് നിർവഹിച്ചു. നമുക്ക് ഇന്ത്യയുടെ ചരിത്രം, കേരളത്തിന്റെ ചരിത്രം, സ്വാതന്ത്ര്യ സമര ചരിത്രം എല്ലാം വായിക്കുമ്പോഴും അറബി ഭാഷ അതിലെല്ലാം നിർവഹിച്ച പങ്ക് നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കേരളത്തിൽ ആദ്യമായി കേരളത്തിന്റെ ചരിത്രം എഴുതപ്പെട്ട ഭാഷ അത് അറബിയിലാണ്. ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്ന സാമൂതിരി രാജാവിന്റെ നായർ പടയാളികളുടെ വിജയത്തെ കുറിച്ച് കൃത്യമായി ഇവിടെ എഴുതപ്പെട്ട ചരിത്ര ഗ്രന്ഥം ഫത്ഹുൽ മുബീൻ അത് അറബി ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന പേരിൽ ഇവിടെ പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ പടയാളികൾക്ക് ആവേശം നൽകുന്ന രൂപത്തിലുള്ള ഗ്രന്ഥങ്ങൾ ഇവിടെ രചിക്കപ്പെട്ടിട്ടുള്ളത് അറബി ഭാഷയിലാണ്. കേരളത്തിന്റെ ചരിത്രങ്ങൾ പൂർവ്വകാലങ്ങളിൽ നമ്മൾ വായിക്കുമ്പോഴെല്ലാം ആധികാരികമായി നമുക്ക് റഫറൻസ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത് അറബി ഭാഷയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ സമരം തൊട്ട് ഈ രാജ്യത്തിന്റെ ഓരോ സ്പന്ദനങ്ങളിലും അറബി ഭാഷ അതിന്റെ ഇടം പിടിച്ചിട്ടുണ്ട്. തുടർന്ന് വൈദേശിക ശക്തികൾ നമ്മുടെ രാജ്യത്ത് അവരുടെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം അറബി ഭാഷ അതിന്റേതായ വിപ്ലവ പ്രവർത്തനങ്ങൾ ഇവിടെ നൽകിക്കൊണ്ടിരുന്നപ്പോൾ ആ കാലത്ത് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന നാട്ടുരാജാക്കന്മാർ ഈ അറബി ഭാഷയ്ക്ക് ആവശ്യമായിരിക്കുന്ന പരിഗണനകൾ നൽകി. 1912 മുതൽ കേരളത്തിൽ അറബി ഭാഷ പഠനത്തിന് തുടക്കം കുറിക്കുന്നു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ അറബി ഭാഷ പഠനം തുടക്കം കുറിച്ച് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ മതേതരത്വത്തിന്റെ പേരിൽ അറബി ഭാഷ മദ്രസകളിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടപ്പോ അന്ന് മദ്രാസി സംസ്ഥാനത്തിലുള്ള ആളുകൾ പോലും അന്നത്തെ ഭരണകൂടങ്ങൾ പോലും അത് ശരിയല്ലെന്നും അറബി ഭാഷ ഈ രാജ്യത്തിന്റെ പൊതുഭാരയിൽ നിൽക്കേണ്ട ഭാഷയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മദ്രസകളിലേക്ക് മാറ്റം ചെയ്യപ്പെട്ട ഭാഷയെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരികയും അത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുകയും ചെയ്തു. 1956 നമ്മുടെ രാജ്യത്ത് കേരള സംസ്ഥാനം രൂപീകൃതമാകുമ്പോ ഇവിടെ പുതിയ വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിക്കപ്പെടുമ്പോ EMSന്റെ നേതൃത്വത്തിലുള്ള പ്രഥമ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴും പൊതുവിദ്യാലയങ്ങളിൽ ഈ ഭാഷയ്ക്ക് അംഗീകാരം ലഭിച്ചു. ആ ഭാഷയ്ക്ക് അംഗീകാരം ലഭിച്ചപ്പോ അത് കേരളത്തിന്റെ സാമൂഹിക മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഈ മലബാർ പ്രദേശത്ത് വിദ്യാലയങ്ങളിലോട് അറച്ചു നിന്നിരുന്ന ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി അന്നുണ്ടാക്കിയെടുത്ത ഏറ്റവും എളുപ്പമായ ഒരു മാർഗമായിരുന്നു അറബി ഭാഷ. ഈ ഭാഷയിൽ ആളുകളോട് താല്പര്യമുണ്ടാക്കി ഇവിടെ വിദ്യാലയങ്ങളോട് അറച്ചു നിന്നിരുന്ന വിദ്യാഭ്യാസത്തിന്റെ 4 അയലത്ത് പോലും വരാൻ തയ്യാറാവാതിരുന്ന ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരികയും കാലാനുസൃതമായി കൊണ്ട് കേരളത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ കൈപ്പിടിച്ചുയർത്താൻ സാധിക്കുകയും ചെയ്തത് ഈ അറബി ഭാഷ കൊണ്ടാണ്. തുടർന്ന് അറബി ഭാഷ കേരളത്തിൽ വികാസം പ്രാപിച്ചു. നാമമാത്രമായ അധ്യാപകരിൽ നിന്ന് അറബി ഭാഷ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് മാറി മലബാറിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും കൊണ്ടുവന്നു. 100 മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു അറബി അധ്യാപകൻ എന്ന് പറയുന്ന നിയമം 1958 ഇവിടെ കൊണ്ടുവന്നു. 1967 മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തപ്പോ അദ്ദേഹം 100 എന്നുള്ളതിൽ മാറ്റം വരുത്തി. അദ്ദേഹം 30 കുട്ടികളുണ്ടെങ്കിൽ ഇവിടെ അറബി അധ്യാപനം സ്ഥാപിക്കാമെന്ന് ആവശ്യപ്പെടുകയും ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുകയും ചെയ്തു. തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ധാരാളം ആളുകൾ ഈ രംഗത്തേക്ക് വന്നു. പിന്നോക്കം നിന്നിരുന്ന ഒരു സമൂഹം കേരളത്തിലെ പൊതുധാരയിലേക്ക് നിറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണാൻ സാധിച്ചത്. ഇപ്പോ ചില ആളുകൾ ആരോപിക്കാറുണ്ട് അറബി ഭാഷ എന്ന് പറയുന്നത് അതൊരു സമുദായത്തിന്റെ ഭാഷയാണ്.
അതൊരു പ്രത്യേക വിഭാഗത്തിലുള്ളതാണ്, അതൊരു മതത്തിന്റെ ഭാഷയാണ് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കിയാൽ പോലും, സത്യം ബോധ്യപ്പെട്ടാൽ പോലും ഈ രൂപത്തിൽ മൈക്കുകൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് വാദോരാതെ പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊരു പക്ഷേ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാവാം, മറ്റു പല താല്പര്യങ്ങളും ഉണ്ടാകാം. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതല്ല അറബി ഭാഷ നൽകിയത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സമ്പദ്ഘടനയിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു ഭാഷയാണ് അറബി ഭാഷ. 86,000 കോടി രൂപയാണ് ഒരു വർഷം നമ്മുടെ രാജ്യത്തേക്ക് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പണം. ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, വിദേശത്ത് ജോലി ചെയ്യുന്നത് അറേബ്യയിൽ മാത്രമല്ല, മറ്റ് യൂറോപ്യൻ കൺട്രീസിലും ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തേക്ക് വിദേശ പണം നൽകുന്നത് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് മാത്രമാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അറേബ്യൻ രാജ്യത്തിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് അവിടെ പൗരത്വം ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ അവരുടെ ഉൽപാദനം, അവരുടെ പണം മുഴുവനും ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് സ്വന്തം ജന്മനാട്ടിലാണെങ്കിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ പണം ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് അത് അവർക്ക് അവിടെ പൗരത്വം ലഭ്യമാകുന്നത് കൊണ്ട്, അവരുടെ ജോലി ചെയ്യുന്ന രാജ്യങ്ങളിൽ തന്നെ അവർ സെറ്റിൽ ആകുന്നത് കൊണ്ട് ആ രാജ്യത്തു നിന്നുള്ള വിദേശ പണം നമ്മുടെ രാജ്യത്തേക്ക് ലഭ്യമാകുന്നില്ല. 86,000 കോടി രൂപ ഒരു വർഷം നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയിലേക്ക് അറബി ഭാഷ സംഭാവന ചെയ്യുന്നുണ്ട് എങ്കിൽ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ പതിറ്റാണ്ടുകളായി ഇവിടെ മാറി വരുന്ന സർക്കാരുകളോട് പറയാറുണ്ട്, ഈ വരുന്ന ധനത്തെ വർദ്ധിപ്പിച്ചെടുക്കാനുള്ള ഒരു മാർഗമാണ് കേരളത്തിൽ ഒരു അറബിക് സർവകലാശാല സ്ഥാപിക്കണം എന്ന് പറയുന്നത്. അത് ഭാഷ പഠിപ്പിക്കുക മാത്രമല്ല, മതം പഠിപ്പിക്കാനല്ല, ഖുർആൻ പഠിപ്പിക്കാനല്ല, ഇവിടെ ഫിഖ്ഹും ഹദീസും പഠിപ്പിക്കാനല്ല, മറിച്ച് സാങ്കേതികമായ പരിജ്ഞാനം നൽകി കഴിഞ്ഞാൽ, ഇവിടെയുള്ള ആളുകൾക്ക് സാങ്കേതിക പരിജ്ഞാനത്തിലൂടെ അറബി ഭാഷ പഠിപ്പിക്കാൻ സാധിച്ചാൽ വിദേശ രാജ്യങ്ങളിൽ ധാരാളം തൊഴിലവസരങ്ങളുണ്ട്. ഈ തൊഴിലവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്ന വിദേശ നാണ്യങ്ങളിൽ ഗണ്യമായ വർധനവുണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് മുമ്പിൽ പതിറ്റാണ്ടുകളായി ഈ ആവശ്യം ഉന്നയിക്കപ്പെടുന്നത്. എന്നാൽ കൃത്യമായ ചില അജണ്ടകൾ മുന്നിൽ വെക്കുന്ന ആളുകൾ അറബി സർവകലാശാലയെ ഇവിടെ അനുവദിക്കാൻ തയ്യാറാവുന്നില്ല. ഇത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്, നമ്മുടെ രാജ്യത്തേക്ക് വിദേശികളെ ആകർഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗവൺമെന്റുകൾ അറബി മാഗസിനുകൾ പുറത്തിറക്കുന്നു. കേന്ദ്രം ഭരിക്കുന്നത് UPA ആയാലും NDA ആയാലും 3 പ്രധാന വകുപ്പുകൾക്ക് കീഴിൽ 3 അറബി മാഗസിനുകൾ ഇവിടെ പുറത്തിറക്കുന്നു. ആഫാഖുൽ ഹിന്ദ്, സഖാഫത്തുൽ ഹിന്ദ്, അൽ ഹിന്ദ് അൽ അജായിബ് എന്ന പേരിൽ 3 അറബി മാഗസിനുകൾ സാംസ്കാരിക വകുപ്പ്, അതുപോലെ തന്നെ ടൂറിസം വകുപ്പ്, വിദേശകാര്യ വകുപ്പ്, ഈ 3 വകുപ്പുകൾ ഇവിടെ 3 അറബി മാഗസിനുകൾ പ്രസിദ്ധീകരിക്കുന്നു. എന്തിനു വേണ്ടി? അറേബ്യൻ സഞ്ചാരികളെ നമ്മുടെ രാജ്യത്തേക്ക് ആകർഷിക്കാൻ, അതുവഴി നമ്മുടെ രാജ്യത്തിന്റെ വിദേശ പണം വർദ്ധിപ്പിക്കാൻ. ഈ രൂപത്തിൽ ഗവൺമെന്റുകളെല്ലാം ചെയ്യുമ്പോ കേരളത്തിൽ ഇത്രമേൽ വിദേശ പണത്തിന്റെ സാധ്യത ഈ ഭാഷ കൊണ്ടുണ്ടായിരിക്കുമ്പോൾ തന്നെ ഈ ഭാഷാ പഠനത്തെ സംരക്ഷിക്കാനുള്ള ശ്രമമല്ല ഗവൺമെന്റുകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഈ ഭാഷാ പഠനം കേരളത്തിൽ വ്യാപിച്ച അന്നു മുതൽ തന്നെ കേരളത്തിൽ ഒരുപാട് ഇതിനെ ഉന്മൂലനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായ ഒരു സംഭവമാണ് 1980 ഭാഷാ സമരം. 1980 ജൂലൈ മാസം 4-ാം തീയതി ആയിരക്കണക്കിന് വരുന്ന അറബി അധ്യാപകന്മാർ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ധർണ നടത്തി. എന്തിനായിരുന്നു അവർ ധർണ നടത്തിയിരുന്നത്? 912 മുതൽ കേരളത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അറബി ഭാഷ 956 കേരള പിറവിക്ക് ശേഷം യാതൊരു മുടക്കവും കൂടാതെ കേരളത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അറബി ഭാഷ, ഈ അറബി ഭാഷ നാളെ മുതൽ ഇവിടെ പഠിപ്പിക്കണമെങ്കിൽ 3 കാര്യം ചെയ്യണമെന്ന് പറയുന്നു. നിലവിൽ ക്വാളിഫിക്കേഷനുള്ള അധ്യാപകർക്ക് നാളെ മുതൽ ഇവിടെ വരണമെങ്കിൽ പുതിയൊരു ക്വാളിഫിക്കേഷൻ വേണമെന്ന് പറയുന്നു. അറബി പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളും കുട്ടികളും നാളെ സ്കൂളിൽ വന്നുകൊണ്ട് ഒരു വെള്ള പേപ്പറിൽ ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. എന്താ ഡിക്ലറേഷൻ? എന്റെ കുട്ടി അറബി ഭാഷ മാത്രം പഠിച്ചാൽ മതി എന്ന ഡിക്ലറേഷൻ കൊടുക്കണം എന്ന് പറയുന്നു. മാത്രമല്ല, അറബി ഭാഷ പഠിപ്പിക്കണമെങ്കിൽ സാധാ ക്ലാസ് റൂം പറ്റില്ല, അവർക്ക് പ്രത്യേകമായ ക്ലാസ് റൂം അക്കോമഡേഷൻ വേണമെന്ന് പറയുന്നു. ഈ രൂപത്തിൽ 3 വിചിത്രമായ ഉത്തരവുകൾ കൊണ്ടുവന്നപ്പോ കരുവള്ളി മുഹമ്മദ് മൗലവിയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ അറബി അധ്യാപകന്മാർ ലഭ്യമായ വാഹന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 1980 ജൂലൈ 4-ാം തീയതി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ധർണ നടത്തി. ആ ധർണയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അന്നത്തെ പ്രധാനമായ മുഴുവൻ നേതാക്കളും സംസാരിച്ചു. യുഗപ്രഭാവനായിരുന്ന കേരളത്തിന്റെ പ്രഗത്ഭനായ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചു. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് സംസാരിച്ചു. CH മുഹമ്മദ് കോയ സാഹിബ്
ആ സമരത്തിന്റെ പ്രാധാന്യം കണ്ടുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് സിഎച്ച് പറഞ്ഞു, ഈ സമരം നിങ്ങൾ നടത്തേണ്ടതല്ല, നിങ്ങൾ വിദ്യാലയങ്ങളിൽ പോയിക്കൊണ്ട് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം. നിങ്ങളുടെ ഈ സമരം ഈ സമുദായം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് മഹാനായ സിഎച്ച് മുഹമ്മദ് കോയ സാഹിബ് അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, ഇത്രമേൽ വിനിമയ സൗകര്യങ്ങളില്ലാത്ത കാലത്ത് തന്റെ അനുയായികൾക്ക് മെസ്സേജ് നൽകുകയും 26 ദിവസം കൊണ്ട് കേരളത്തിലെ മുഴുവൻ കലക്ടറേറ്റുകൾക്ക് മുമ്പിലേക്കും മാർച്ച് നടത്തണമെന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരോട് ആവശ്യപ്പെടുകയും മലപ്പുറത്ത് വിശുദ്ധമായ റമദാൻ 17 അന്ന് നോമ്പ് നോറ്റുകൊണ്ട് മലപ്പുറം കലക്ടറേറ്റിന്റെ മുമ്പിൽ സമാധാനപരമായി സമരം നടത്തുകയും പിരിഞ്ഞു പോകാൻ നേരം ഇല്ലാത്ത കലാപങ്ങൾ ഉണ്ടാക്കി വെടിവെപ്പുണ്ടാക്കുകയും മജീദും റഹ്മാൻ കുഞ്ഞിപ്പയും എന്ന 3 പ്രവർത്തകർ അവിടെ വെടിയേറ്റ് മരിക്കുകയും ചെയ്തു. ഇവിടം കൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അവിടം കൊണ്ട് തീർന്നില്ല. തുടർന്ന് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ഈ ഭാഷാ പഠനത്തെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടില്ല വിചിത്രമായ പല പദ്ധതികളും വന്നു. NCF-ന്റെ പേരിൽ പാഠ്യപദ്ധതി ചട്ടക്കൂടി എന്ന് പറയുന്ന പുതിയ ആശയം കൊണ്ടുവന്നു. അതുപോലെ തന്നെ മദ്രസയിലെ പഠന സമയ മാറ്റം എന്ന് പറയുന്ന പുതിയ പദ്ധതി കൊണ്ടുവന്നു. ഈ രൂപത്തിൽ പല മാർഗങ്ങളും ഇവിടെ ഉണ്ടാക്കിയെടുത്തു. പദവിയില്ലാത്ത ജീവൻ എന്ന് പറയുന്ന പുതിയ ഒരു ആശയമായിട്ട് ഇവിടെ വന്നു. ഈ രൂപത്തിൽ മാറി മാറി വന്നപ്പോഴെല്ലാം തന്നെ KATF-ന്റെ പ്രവർത്തകന്മാർ കരുത്താർജിച്ചുകൊണ്ട് അതിനെയെല്ലാം നേരിട്ട് ഈ ഭാഷാ പഠനം ഇവിടെ നിലനിർത്തി. ഇപ്പോഴും സുഖകരമായ ഒരു പഠനാന്തരീക്ഷമാണ് ക്ലാസ് റൂമുകളിൽ നടക്കുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഈ വർഷത്തിന്റെ തുടക്കം മുതൽ നാളിതുവരെ ഞങ്ങൾ ഹൈസ്കൂളുകൾക്ക് ഞങ്ങൾക്ക് യോഗ്യതയായിരുന്ന DLED ട്രെയിനിങ് കോഴ്സ് നാളിതുവരെ ഞങ്ങൾക്കുണ്ടായിരുന്നു. 2018 ജൂൺ മാസം 1-ാം തീയതി സ്കൂളിലേക്ക് വരുമ്പോ PSC പറയുന്നത് പുതിയതായ ആളുകൾ ഹൈസ്കൂളിലേക്ക് ജോലിയിൽ കയറുമ്പോ DLED എന്ന് പറയുന്ന നിങ്ങളുടെ കോഴ്സ് അത് അംഗീകരിക്കാൻ സാധ്യമല്ലെന്ന് PSC ഇവിടുത്തെ ഉദ്യോഗാർത്ഥികളോട് പറയുന്നു. എന്തിനാ പറയുന്നത്? ഈ ഭാഷാ പഠനത്തിൽ താല്പര്യമുള്ള ആളുകളെ അതിൽ നിന്ന് പിന്മാറ്റം ചെയ്യുന്നതിന് വേണ്ടി KATF ഇടപെട്ടു. മണിക്കൂറുകൾക്കടകം തന്നെ ആ ഉത്തരവിനെ പിൻവലിപ്പിക്കുന്നതിന് വേണ്ടി KATF ശക്തമായി ഇടപെട്ടപ്പോ സർക്കാരിന് അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. അവിടെ കൊണ്ടും അവസാനിക്കുമെന്ന് ഞങ്ങൾ കരുതി. പിന്നീട് ഞങ്ങളുടെ പാർട്ട് ടൈം ജീവനക്കാരെ ദ്രോഹിക്കുന്ന ഉത്തരവുമായി കൊണ്ട് സർക്കാർ വന്നിരിക്കുന്നത്. ആ സമയത്തും ഞങ്ങൾ ഇടപെട്ടു. ഇപ്പോൾ അവസാനമായി ഞങ്ങളുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വിഷയമുണ്ട്. 2019 ജൂൺ മാസം 1-ാം തീയതി സ്കൂളിലേക്ക് കയറണമെങ്കിൽ 2 വർഷക്കാലത്തെ ട്രെയിനിങ് യോഗ്യത നേടണമെന്ന് അറബി അധ്യാപകരോടെന്ന് മാത്രമല്ല ഇവിടെയുള്ള മറ്റധ്യാപകരോട് സർക്കാർ പറയുന്നു. എന്നാൽ ഞങ്ങൾ പറയട്ടെ, മറ്റു പല അധ്യാപക സംഘടനകളും ഇതിന്റെ ഗൗരവം അറിഞ്ഞാൽ തന്നെയും സമരരംഗത്തേക്ക് വരില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉയർത്തിപ്പിടിക്കുന്ന കൊടികളുടെ നിറം അവരെ സംബന്ധിച്ചിടത്തോളം വിധേയത്വമുണ്ടാക്കുന്നുണ്ട് എങ്കിൽ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷനെ സംബന്ധിച്ചിടത്തോളം നന്മയുടെ അധ്യാപനമാണ് ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഭരിക്കുന്ന പാർട്ടികൾ ആര് തന്നെയായാലും അവരുടെ കൊടികളുടെ നിറം ഞങ്ങളുടെ അവകാശങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് തടസ്സമല്ല. KATF പറയുന്നത് 2019 ജൂൺ 1-ാം തീയതി ആ ഉത്തരവിടെ കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന കുട്ടികൾ അവർ വഴിയാകാരമാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. 2010-ൽ വന്ന വിദ്യാഭ്യാസ അവകാശ നിയമമാണ് ഈ നിയമം കൊണ്ടുവന്നതെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വന്ന 2 ഗവൺമെന്റുകളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, 2010-ൽ UPA കൊണ്ടുവന്ന വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ മറപിടിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നീണ്ട 9 വർഷം ഉണ്ടായപ്പോ 2 വർഷത്തെ പരിശീലനത്തിന് അധ്യാപകർക്ക് എന്തുകൊണ്ടാണ് അവസരം ഉണ്ടാക്കാതിരുന്നത്? ഇവിടെ ട്രെയിനിങ് സെന്ററുകൾ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഇവിടെ അധ്യാപകരുടെ ആ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കേണ്ട ബാധ്യത ഇവിടെയുള്ള ഗവൺമെന്റുകൾക്കില്ലേ? തുടർന്ന് വരുന്ന ഓരോ വർഷം റിട്ടയർമെന്റുകൾ നടക്കും. ആ റിട്ടയർമെന്റുകൾക്ക് പകരമായി പുതിയ അപ്പോയിന്റ്മെന്റ് നൽകുമ്പോ ആ അപ്പോയിന്റ്മെന്റിനുള്ള ആളുകൾക്ക് ഇതുപോലുള്ള യോഗ്യത വേണമെങ്കിൽ അതിന്റെ സൗകര്യം ഒരുക്കേണ്ട ബാധ്യത ഇവിടുത്തെ ഭരണകൂടങ്ങൾക്കുണ്ട്. പക്ഷെ അത് നിർവഹിക്കുന്നില്ല. ഞങ്ങൾ ഇവിടെ ഭരിക്കുന്നത് ഏത് ഗവൺമെന്റ് ആയാലും ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെയുള്ള പൊതുവിദ്യാലയങ്ങളെ തകർക്കുന്ന രൂപത്തിലുള്ള പദ്ധതികളുമായിട്ടാണ് വരുന്നത് എങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഊർജം എവിടെയും ചോർന്നു പോയിട്ടില്ല. മഹാനായ കരുവള്ളി മുഹമ്മദ് മൗലവിയും കൊളത്തൂർ ടി മൗലവിയും ഒക്കെ ഞങ്ങൾക്ക് കൊളുത്തി തന്ന ആ പതാക അതിശക്തമായി തന്നെ ഞങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് സമരരംഗത്തേക്ക് ഞങ്ങൾ വരുമെന്ന് അത്തരക്കാരോട് ഞങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ട KATF-ന്റെ പ്രവർത്തകരോട് സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങളിവിടെ ഉയർത്തിപ്പിടിക്കുന്ന പ്രമേയം നവലോകം നന്മയുടെ അധ്യാപനം എന്നാണ്. ഇവിടെ സർവീസ് പ്രശ്നങ്ങൾ ധാരാളമുണ്ട്, അധ്യാപക ദ്രോഹ നടപടികൾ ധാരാളമുണ്ട്, പൊതുവിദ്യാലയങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിനേക്കാളെല്ലാം കേരളത്തിലെ ധാർമ്മിക മണ്ഡലത്തോട് എക്കാലത്തും കടപ്പെട്ടു നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ KATF ഇവിടെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പ്രമേയം നവലോകം നന്മയുടെ അധ്യാപനം എന്നാണ്. നന്മയുടെ അധ്യാപനം ഇവിടെ സാധ്യമാവണം. അപ്പൊ ഇവിടെ അരക്ഷിതമായ ക്യാമ്പസുകളാണ് ഉയർന്നു വരുന്നത്. അടിക്കടി നിയമങ്ങൾ വരുന്നു. ബാലാവകാശ കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ തുടങ്ങി പലവിധ കമ്മീഷനുകൾ ഇവിടെ വരുമ്പോ
അധ്യാപകൻ കുടുസാക്കപ്പെടുകയാണ്. കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ല, ശകാരിക്കാൻ പാടില്ല, നോക്കാൻ പാടില്ല, നോക്കുന്നത് പീഡനം, ഈ തുടങ്ങി അധ്യാപക ദ്രോഹ നടപടികളുമായി ഓരോ നിയമങ്ങൾ വരുമ്പോ ഇവിടെ ഉണ്ടാകുന്നത് ക്യാമ്പസിനകത്ത് അരക്ഷിതാവസ്ഥയാണ്. കോളേജുകളിൽ മാത്രം കണ്ടിരുന്ന റാഗിംഗ് ഇന്ന് ഹൈസ്കൂളുകളിലേക്ക് എത്തി. പ്ലസ് ടുവിൽ നിന്ന് കഴിഞ്ഞ് ഹൈസ്കൂളിലെത്തി. ഇന്ന് മാർച്ച് മാസം 30 SSLC പരീക്ഷ കഴിഞ്ഞുകൊണ്ട് സ്കൂൾ അടക്കുന്ന ദിവസം അധ്യാപകർ പോലീസ് പ്രൊട്ടക്ഷൻ ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. എന്തുകൊണ്ട്? ഞങ്ങൾ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ട്? നന്മയുടെ അധ്യാപനം ഇവിടെ നഷ്ടപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് നന്മയുടെ അധ്യാപനം ഇവിടെ നഷ്ടപ്പെടുന്നത്? അധ്യാപകരുടെ സ്വാതന്ത്ര്യമില്ല. അവരുടെ കൈകൾക്ക്, അവരുടെ കാലുകൾക്ക്, അവരുടെ നാവുകൾക്ക് കൂച്ചുബലം കിട്ടിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട KATF പ്രവർത്തകർ, നമുക്കൊരു ബാധ്യതയുണ്ട്. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് നമ്മെ ഏൽപ്പിച്ചൊരു ദൗത്യമുണ്ട്. 1983 കൊല്ലത്ത് വെച്ച് നടന്ന സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് CH പറഞ്ഞൊരു വാക്കുണ്ട്: പിന്നോക്കം നിൽക്കുന്ന, പഠനത്തോട് പിന്നോക്കം നിൽക്കുന്ന, എല്ലാം കൊണ്ട് പുറകെ നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ പ്രതിനിധികളായിട്ടാണ് നിങ്ങൾ വിദ്യാലയങ്ങളിലേക്ക് പോകുന്നത്. നിങ്ങൾക്ക് പാലിച്ചൊരു ഉത്തരവാദിത്തമുണ്ട്. ഈ പിന്നോക്കക്കാരെ മുന്നോട്ട് കൊണ്ടുവരണം, സാംസ്കാരികമായി അവർ ഉയർത്തിക്കൊണ്ടുവരണം, അവർക്ക് വിദ്യാഭ്യാസം നൽകണം, അവർക്ക് നന്മ നൽകണം. ആ നന്മ നൽകാൻ ബാധ്യതപ്പെട്ട ആളുകളാണ് നിങ്ങളെന്ന് 1983 മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് അന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നവലോകത്തും ഉയർത്തിപ്പിടിക്കാനുള്ളത് ആ CHന്റെ വാക്കുകളാണ്. അത് നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവണം. സർവീസ് പ്രശ്നങ്ങളെ നമുക്ക് മാറ്റിവെക്കാം. നമ്മുടെ മുമ്പിൽ ഉള്ളത് 40 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ വിദ്യാലയത്തിലെ 40 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് നമ്മുടെ കൈകളിൽ. അവർ ഉയർന്നു വരണം. അവരുടെ നന്മയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ജനുവരി 31, ഫെബ്രുവരി 1, 2 തീയതികളിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിലേക്ക് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ കൃത്യമായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.